ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഭരതനാട്യത്തിൻ്റെ മുൻവശത്ത് വരുന്ന ലോങ് പ്ലീറ്റ് ആണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നല്ല ഫ്ലെയറോട് കൂടി ഒരു ലോങ് പ്ലീറ്റ് വേണമെങ്കിൽ മിനിമം നമുക്ക് 1.5 മീറ്റർ തുണിയെങ്കിലും വേണം. ഞാനിവിടെ 2 മീറ്ററും 10 സെൻറ്റിമീറ്ററിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 26 ഇഞ്ച് സെൻറ്റിമീറ്റർ ആണ്. ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 27 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തിൻ്റെ മേലെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഇനി ലൈനിങ് ക്ലോത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 പീസാണ്. ഇത് മെയിൻ ക്ലോത്ത് ആണ്. ഇതാണ് നമ്മുടെ പുറത്ത് കാണുന്ന വശം. മെയിൻ ക്ലോത്തിൽ പ്ലീറ്റ് ഇടുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇതിലേക്ക് ലൈനിങ് ക്ലോത്തുമായിട്ടൊന്ന് 4 വശവും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്ത തുണിയുടെ ഒരു ഭാഗമാണിത്. കണ്ടോ, 4 വശവും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. മേളിൽ നിന്ന് താഴെ അറ്റം വരെ 2 ഇഞ്ച് ആയിരിക്കണം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ മടക്കി ഇതിൻ്റെ സൈഡ് അരികിലൂടെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് തുടങ്ങി താഴെ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ അയൺ ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിനിങ്ങനെ വെക്കാം. ഇവിടെ നിന്ന് 2 ഇഞ്ച് ഇങ്ങനെ പിടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ. അതിൻ്റെ മേൽവശത്തെ തുണിയെ മാറ്റിയതിന് ശേഷം ഈ മടക്കി വെച്ചതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തത് പുറത്താണ്, മെയിൻ ക്ലോത്തിലാണ്. കണ്ടോ, രണ്ടാമത്തെ സ്റ്റിച്ച് വന്നിരിക്കുന്നത് അകത്താണ്, ലൈനിങ്ങിലാണ്. കണ്ടോ, വീണ്ടും മൂന്നാമത്തെ സ്റ്റിച്ച് വന്നിരിക്കുന്നത് മെയിൻ ക്ലോത്തിന്റെ പുറത്താണ്. താഴെ അറ്റം വരെ ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? നമുക്ക് പ്ലീറ്റ് ഇടാൻ എളുപ്പത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അകത്തും പുറത്തുമായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. ഇത് ഈ 2 മീറ്റർ 10 സെന്റിമീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും തുണികളും മുഴുവനും ഇതുപോലെ അകത്തും പുറത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഈ 2 മീറ്ററും 10 സെന്റിമീറ്റർ തുണിയെ അകത്തും പുറത്തുമായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ അറ്റം വരെ അതുപോലെ. കണ്ടോ, നമുക്കപ്പം അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ നമുക്ക് സാധാരണ അയൺ ചെയ്താണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ യൂസ്ഡ് തുണിയാണ്, യൂസ്ഡ് സാരി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ചെറിയ പ്ലീറ്റ് ഒരുമാതിരി ചുളുക്ക് പോലെയൊക്കെ തോന്നുന്നില്ലേ അങ്ങനെ ഇരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള തുണിയാവുമ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല. യൂസ്ഡ് തുണിയാണെങ്കിൽ പോലും നമ്മളതിനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ അടിപൊളിയായിരിക്കും. പക്ഷെ ഞാനിത് അയൺ ചെയ്തില്ല. നമ്മൾ പ്ലീറ്റ് ചെയ്ത തുണി ഇതാ ഇങ്ങനെ 2ആയിട്ട് മടക്കി ഇട്ടിരിക്കുവാണ്. കണ്ടോ, ഇത് ക്ലോസ്ഡ് ഭാഗമാണ്, ഇത് ഓപ്പൺ ആണ്. നമുക്ക് ഈ ക്ലോസ്ഡ് ഭാഗത്തിൻ്റെ ഈ ഭാഗം സെൻറ്ററായിട്ട് കണക്കാക്കി നമുക്കൊരു നോച്ചിടാം. നമ്മളെന്താ നോച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പ്ലീറ്റുകളെ ഇങ്ങനെ അടുക്കി വെക്കാം. ഈ സെൻറ്റർ വരെ കണ്ടോ, ഈ സെൻറ്റർ വരെ അടുക്കി വെക്കാം. എന്നിട്ട് ഈ 2 സെൻറ്ററിനെയും കൂടെ ഒന്നായിട്ട് കണക്കാക്കി നമുക്ക് അവിടെ ഒരു ബോർഡർ വയ്ക്കാം. ഞാൻ മറു സൈഡിലുള്ളത് പ്ലീറ്റ് അടുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ വശത്തതും ഇതുപോലെ അടുക്കി ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം.
ബോർഡർ വയ്ക്കാനായിട്ട് സാരിയുടെ മുന്താണി ഭാഗത്തു നിന്നൊരു ബോർഡർ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 കൂടെ ചേർത്തിട്ട് ഇതാണ് സെൻറ്റർ മാർക്ക്. ഇവിടെ ചെറിയ വീതി കുറഞ്ഞ ബോർഡർ വയ്ക്കുന്നതിനെക്കാട്ടിലും നല്ലത് 2 വശത്തെ കൂടെ ചേർത്തിട്ട് നമുക്കവിടെ ബോർഡർ വയ്ക്കാം. അപ്പോൾ കുറച്ച് വീതിക്കിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. കണ്ടോ, മറ്റേ സെൻറ്ററിൻ്റെ അവിടെ വീതി കുറവല്ലേ. അപ്പോൾ 2 പ്ലീറ്റായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ ബോർഡറും കൂടെ വയ്ക്കുമ്പോൾ നന്നായിരിക്കും. പിന്നെ ഇതിങ്ങനെ മടങ്ങിയും ഇപ്പുറത്തതും ഇങ്ങനെ മടങ്ങി വരുമ്പോഴത്തേക്ക് 2 സൈഡും പച്ചയും നടുക്ക് റെഡ് ആകുമ്പോൾ അതൊരു ഭംഗിയായിരിക്കും. ഞാനിങ്ങനെ ബോർഡർ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്തിനെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നമുക്ക് പ്രസ് ബട്ടൺ വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ലൈനിങ് വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അതുപോലെ ഈ വശത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, കാണിച്ചു തരാം. ഇതെങ്ങനെ മടക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ലൈനിങ് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ലൈനിങ് പീസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത്യാവശ്യം കട്ടിയുണ്ട്. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിമനോഹരമായി, നല്ല രസമല്ലേ. ആ ഭാഗത്തെ റെഡ് കണക്കാക്കണ്ട, അതങ്ങ് മടങ്ങി പൊക്കോളും. കണ്ടോ, ആ പച്ച 2 സൈഡിലും പച്ചയും നടുക്ക് ആ റെഡും വന്നപ്പോൾ നല്ല ഭംഗിയില്ലേ. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ബോർഡർ ഇങ്ങനെ വെച്ച് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള പ്ലീറ്റുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ മറു സൈഡും നമുക്കിങ്ങനെ പ്ലീറ്റുകളെല്ലാം അടുക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കണ്ടോ, അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ ലോങ് പ്ലീറ്റിൻ്റെ 3/4 വർക്കുകൾ കഴിഞ്ഞു. നമ്മുടെ ലോങ് പ്ലീറ്റിൻ്റെ 3/4 വർക്കുകൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു പട്ട വയ്ക്കണം. അതിലേക്ക് നാട കൊടുത്ത് നമുക്ക് കെട്ടിവെക്കാനായിട്ട് നാട കൊടുക്കണം. ഇതാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ പ്രസ് ബട്ടൺ വെക്കണം. എന്നുവെച്ചാൽ പാൻറ്റുമായിട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി നമുക്ക് ആദ്യം നമ്മൾ ഇതിൻ്റെ അളവൊന്ന് എടുക്കണം. എനിക്കിവിടെ 6.5 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ തുണി വെച്ചിട്ട് ആ ഭാഗം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുവാണ്. കണ്ടോ, എന്നിട്ട് അതിനെ ഇങ്ങനെ മടക്കി ലോങ് പ്ലീറ്റിൻ്റെ അകവശത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുവാണ്. വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്യാൻ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ കെട്ടും കൂടെ ഇട്ടിട്ടാണ് എടുത്തത്. നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും സ്റ്റിച്ച് ചെയ്ത് തുടക്കത്തിലും അവസാനത്തിലും കെട്ടിട്ട് വേണം നിർത്താനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്തെ അകത്തേക്ക് മടക്കി മേൽഭാഗത്തെ വീണ്ടും പുറത്തേക്ക് മടക്കി ഇങ്ങനെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
കണ്ടോ, ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ. പിന്നെ ഞാൻ നേരത്തെ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒട്ടും സൈഡ് തുണി തികയാത്തതുകൊണ്ട് ഞാൻ വേറൊരു പീസ് എൻ്റെ മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി എടുത്തിരിക്കുവാണ്. കണ്ടോ, നേരത്തെ ഇത്ര വീതി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ കുറച്ചും കൂടെ വീതി ഇട്ടിട്ടുണ്ട്. കണ്ടോ, അകത്തെ വശവും ഇങ്ങനെയാണ്. കണ്ട, മേലെ കൂടെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തൊരു പതിച്ചടിച്ചിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നാട വെക്കണം. നാട വെക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു നാട സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടേത് ഇതിനകത്തേക്ക് ഇങ്ങനെ കടത്തി വെക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ആ നാടയുടെ താഴെ ഞാൻ ഇങ്ങനെ ഒന്ന് വെറുതെ ഒരു രസത്തിന് ചെയ്തിട്ടു. എങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഇവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കണം. എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ലോങ് പ്ലീറ്റ് ഇതുപോലെ ഇരിക്കും. എളുപ്പമല്ലേ? എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. ഇതിങ്ങനെ ചുരുങ്ങിയിരിക്കുന്നത് അയൺ ചെയ്യാത്തത് കൊണ്ടാണ്. ഓൾഡ് സാരിയാണ്, യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ആ പ്ലീറ്റ് ഇങ്ങനെ ഒരുമാതിരി ചുളുക്ക് പോലെ നമുക്ക് തോന്നുന്നത്. എല്ലാവരും പഴയ സാരി ഇതുപോലെ ചെയ്യുമ്പോൾ അയൺ ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട്. ഞാനിത് പെട്ടെന്ന് ചെയ്തതാണ്, അതുകൊണ്ട് പിന്നെ അയൺ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്